പറയുന്നുണ്ട്. മഴ പെയ്തപ്പോൾ തിരക്ക് കുറയുന്ന ഒരു സ്ഥിതിയും വന്നു. എന്നാലും നല്ലതുപോലെ പോളിംഗ് നടക്കുന്ന അനുഭവമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലല്ല, പെട്ടെന്ന് സന്ദർശിക്കുമ്പോഴുള്ളൊരു വിവരം വെച്ച് നല്ലതുപോലെ പോളിംഗ് നടക്കുന്നതായിട്ടാണ്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യട്ടെ. 100% പോളിംഗ് വരുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുക. നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം. ചില ബൂത്തുകളിലൊക്കെ ചില യന്ത്ര തകരാറുകളൊക്കെ പറയുന്നുണ്ട് തുടക്കത്തിൽ. ഞാൻ പോയ ബൂത്തുകളിൽ അങ്ങനെ ഒരു പരാതി വന്നില്ല. ചെറിയ എനിക്കൊന്ന് കൈകാര്യം ചെയ്യുന്നതിനുള്ള ചെറിയ പ്രയാസങ്ങളായിരിക്കും. പക്ഷെ അതെല്ലാം പരിഹരിക്കപ്പെട്ടതാണ്. ഗൗരവമായ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഞാനിപ്പോൾ കടന്നുപോയ ബൂത്തുകളിൽ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, ശരി. എം സ്വരാജിന്റെ പ്രതികരണമാണ് കണ്ടത്. എം സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ചില ബൂത്തുകൾ സന്ദർശിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്ത ശേഷം പ്രതികരിച്ചിരുന്നു. അതേ പ്രതികരണം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. 100% പോളിംഗ് ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യം അതിൻ്റെ ഏറ്റവും സൗന്ദര്യം കൈവരിക്കുക എന്നുള്ള കാര്യം ആവർത്തിക്കുന്നു എം സ്വരാജ്. നേരത്തെ ആര്യടൻ ഷൗക്കത്തും എം സ്വരാജും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. മനോഹരമായൊരു ദൃശ്യമായിരുന്നു. രണ്ടുപേരും ആര്യടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യാനായി എത്തിയ വെട്ടിക്കുത്ത് LP സ്കൂളിലെ ബൂത്തിലേക്ക് സന്ദർശനത്തിനായി എം സ്വരാജ് എത്തി. അപ്പോഴാണ് ആ കൂടിക്കാഴ്ച നടന്നത്. ഇരുവരും സൗഹൃദം പങ്കിട്ട് പരസ്പരം വിജയാശംസകൾ നേർന്നാണ് മടങ്ങുന്നത്. എന്തായാലും എം സ്വരാജ് ഇപ്പോൾ വാഹനത്തിൽ അടുത്ത ബൂത്തിലേക്ക് പോവുകയാണ്. ആര്യടൻ ഷൗക്കത്ത് ഇതിനോടകം തന്നെ ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഉള്ള പ്രശ്നങ്ങൾ, മഴയടക്കമുള്ള പ്രശ്നങ്ങളൊന്നും പോളിംഗിനെ ബാധിക്കില്ല എന്നുള്ളതാണ് ഇരു സ്ഥാനാർത്ഥികളും പങ്കുവയ്ക്കുന്നത്. ഈ പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കണക്ക് കുറച്ചുകൂടി അപ്ഡേറ്റ് ആവാനുണ്ട്. നിലവിൽ ലഭിക്കുന്ന കണക്കിൽ കുറച്ചുകൂടി കൂടുതൽ പോളിംഗ് പെർസെൻറ്റേജിലേക്ക് കാര്യങ്ങൾ നിലവിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥാനാർത്ഥികൾ പങ്കുവയ്ക്കുന്ന വിവരം. ഈ കണക്കുകൾ വരാനുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖല അടക്കമുള്ള സ്ഥലങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. പക്ഷേ ആ മഴയൊക്കെ അവഗണിച്ചും നേരത്തെ ബിജു പങ്കജ് കാണിച്ചു തന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രേസി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ രണ്ട് സ്ഥാനാർത്ഥിമാരും വോട്ടർമാർക്കൊപ്പം. രണ്ടാളും സൗഹൃദം പങ്കിട്ട് വിജയാശംസകളും നേർന്നാണ് മടങ്ങിയത്. ആര്യടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യാൻ എത്തിയ ബൂത്തിലേക്ക് ബൂത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി എം സ്വരാജ് എത്തിയപ്പോഴാണ് രണ്ടാളും തമ്മിൽ കണ്ടുമുട്ടിയത്. സ്ഥാനാർത്ഥിമാർ തമ്മിലുള്ള ഒരു സൗഹൃദ സംഭാഷണം. രണ്ടുപേരും നിലമ്പൂരുകാരാണ്, നേരത്തെ പരിചയമുള്ള ആളുകളാണ്. ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, തെരഞ്ഞെടുപ്പ് രംഗത്ത് രണ്ടുപേരും വ്യക്തിപരമായ ഒരു ആരോപണവും പരസ്പരം ഉന്നയിച്ചിട്ടില്ല. വ്യക്തിപരമായ ഏറ്റുമുട്ടൽ നടത്തിയിട്ടും ഇല്ല. അപ്പോൾ രണ്ടുപേരും ഒരു ബൂത്തിന് മുമ്പിൽ കണ്ടുമുട്ടുകയാണ്.